സെക്കൻഡ് ഇയറിലെ തുടങ്ങുന്ന സമയത്തുള്ള 3 ചാപ്റ്റേഴ്സ്. ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷത്തെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന 3 ചാപ്റ്റേഴ്സാണ്. 12 മുതൽ 15 ക്വസ്റ്റ്യൻസ് വരെ ഫിസിക്സിൽ നമുക്ക് ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഏറ്റവും പ്രയാസം കുട്ടികൾ ഫീൽ ചെയ്യുന്ന 3 ചാപ്റ്റേഴ്സ്. പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ട് കോൺസെപ്റ്റ് ലെവൽ മനസ്സിലാക്കാമെങ്കിൽ ഈ 12 മുതൽ 15 വരെ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് നിന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് വെറൈറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്ഥിരം പാറ്റേണിലുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ആ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും പരിചയപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഈ ചാപ്റ്റേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഫേസ് ചെയ്യാം എന്നുള്ള ചില ഐഡിയാസുമായിട്ട് 19-ാം തീയതി ഈ 3 ചാപ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളും കോൺസെപ്റ്റ്സും കുറച്ച് തിയറിയും കുറച്ച് ക്വസ്റ്റ്യൻസും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും പിന്നെ പരീക്ഷാ ഹാളിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ചില ടിപ്സുമായിട്ട് ഞാൻ വരുന്നുണ്ട്. എല്ലാവരും കാണുക. 19-ാം തീയതി 7 മുതൽ 9 വരെ വൈകുന്നേരം ബ്രില്യൻ്റ് 720 സീരീസിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതായത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ഈ 3 ചാപ്റ്റേഴ്സുമായിട്ട് നമുക്ക് കാണാം. ലൈവ് സെക്ഷനിൽ എല്ലാവരെയും എക്സ്പെക്റ്റ് ചെയ്യുന്നു. ബൈ.